ഈസി ക്രഞ്ചി ചിക്കൻ ആണ് കാണാൻ പോണേ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ആൻറ്റി ഇൻഗ്രീഡിയൻസ്? മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ വറ്റൽമുളക് ഒരു 5 എണ്ണം, ഒരു 4 ഗാർലിക്, പിന്നെ ഉപ്പും വിനീഗറും, ബ്രെഡ് ക്രംസും വേണം, കുറച്ച് കോൺഫ്ലവർ വേണം, ഒരു മുട്ട, പിന്നെ വറക്കാനുള്ള എണ്ണ, ഡീപ് ഫ്രൈ ചെയ്യും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എളുപ്പം ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷൻ. അതെങ്ങനെയാണ് സംഭവം? അത് മാരിനേറ്റ് ചെയ്യാൻ ഈ റെഡ് ചില്ലി കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, കുതിർന്ന് കിട്ടും. അതും ഈ ഗാർലിക്കും ഒരു ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ അരച്ചെടുക്കണം. അതാ ചില്ലി പേസ്റ്റ്. ചില്ലി ഫ്ലേക്സ് ആയിട്ട് തന്നെ കിട്ടും. പേസ്റ്റ് ഫൈനായിട്ട് അറിയത്തില്ല, ആ ഒരു ഫ്ലേക്സിന്റെ എഫക്റ്റ് ഉണ്ടാവും, കാണാൻ നല്ല രസമാണ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതാണ് ഇത്. അപ്പോൾ മാരിനേഷൻ ഇത്രേ ഉള്ളൂ സംഭവം. വറ്റൽമുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കുതിർത്താൽ തന്നെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിലേക്ക് പിന്നെ ഒരു ഗാർലിക് 4-5 എണ്ണം, പിന്നെ കുറച്ച് വിനീഗർ ചേർക്കുക. ഒരു ടീസ്പൂൺ വിനീഗറൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. ഇത്രയേ ഉള്ളൂ മാരിനേഷൻ. ഓക്കെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇളക്കുക. അതെല്ലാടും ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് ഒരു ബൈൻഡിങ് കിട്ടും, ചെറിയൊരു ബൈൻഡിങ്ങിന് വേണ്ടി. മുട്ട ഒരു മുട്ട മുഴുവനായിട്ട് വേണോ? ഒരു മുട്ട മുഴുവൻ വേണ്ട, കുറച്ച് മതി. ഇത് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറ്റാകാൻ മാത്രം മതി. നമുക്കത് ആകുന്ന സമയത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം, പാൻ ചൂടാക്കാൻ വെക്കാം. ഇനി ബാക്കി പ്രോസസ്സ് അതിൻ്റെ ഇടയിൽ ചെയ്യാം. ഓക്കെ. നമ്മൾ കുക്ക് ചെയ്യുന്നത് എന്ത് ഓയിലാണ്? റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നത്. ഓക്കെ. ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡ് ക്രംസ് ഇടാം. ഓക്കെ, ഇതിലേക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് പാത്രവും ലാഭമാണ്. എണ്ണ ചൂടായി. ഓക്കെ, ഇതിനകത്തോട്ട് വറുത്ത് പെട്ടെന്ന് തന്നെ കുക്കാവും. എന്നാലും ഏകദേശം എത്ര സമയം എടുക്കും? ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു കളർ ഒന്ന് ബ്രൗൺ ആകുമ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ മാറ്റി മറിച്ചിട്ട് കൊടുത്താൽ ഒരു 5 മിനിറ്റിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാവും. വെറും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ പോരാ, ക്രഞ്ചി ചിക്കൻ ഫ്രൈ. ഇപ്പം നമ്മൾ ഇട്ട ഭാഗം ഒന്ന് മുരിഞ്ഞല്ലേ, നമ്മൾ ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ എഫക്റ്റ് ഒക്കെ കിട്ടും അല്ലേ, പുറത്ത് ആ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഡിഷ് റെഡിയായി. ഈസി ആയിട്ടുള്ള ക്രഞ്ചി ചിക്കൻ. ഇതിനൊരു ഡിപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. ആണോ? ശരി, ഓക്കെ. അതിന് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ്, ചെറുതായിട്ട് ഗാർലിക്, പിന്നെ അതിനോട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അത് 1 ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം, 2-3 സ്പൂൺ വെള്ളം. ഇതെല്ലാം കൂടെ ബോയിൽ ചെയ്യുക. ആണല്ലേ? ഓക്കെ. കുറച്ച് വെള്ളം കൂടെ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ ഓളം വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഒരു ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഒരു ഡിപ്പ്? ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഒരു തായ് ഫ്ലേവർ ആണ്. തായ് ഡിഷ് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഏകദേശം ഒന്ന് ചെയ്ത് നോക്കിയത് തോന്നി. ഓക്കെ, ഇനി വിനീഗർ 1 ടേബിൾ സ്പൂൺ അല്ലേ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിനൊരു തിക്നെസ് കിട്ടാനായിട്ട് കോൺഫ്ലവർ, കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ചേർക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ നമ്മുടെ കോൺഫ്ലോർ കൂടി വേണം. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം കോൺഫ്ലോർ.
മതി. ഓക്കെ, മതിയോ? അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ച് തിക്കാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു കൺസിസ്റ്റൻസി മതി. ഓ, നല്ലൊരു ഒരു തിക്നെസ് കിട്ടണം. തിക്നെസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ക്രഞ്ചി ഫ്രൈഡ് ചിക്കൻ റെഡിയായി, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കതൊന്ന് സെർവ് ചെയ്താലോ? ക്രഞ്ചി ചിക്കൻ. ആദ്യം വറ്റൽമുളക് ചെറുചൂട് വെള്ളത്തിൽ കുതിർത്തെടുക്കുക. ഇനി കുതിർത്ത വറ്റൽമുളകും വെളുത്തുള്ളിയും വിനാഗിരിയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. ഇത് ചിക്കൻ കഷ്ണങ്ങളിൽ പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി മാരിനേറ്റ് ആയ ചിക്കനിലേക്ക് കോൺഫ്ലോർ, മുട്ട, ബ്രെഡ് ക്രംസ് ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക. ഇനി എണ്ണ ചൂടാക്കി ചിക്കൻ കഷ്ണങ്ങൾ വറുത്തെടുക്കുക. ക്രഞ്ചി ചിക്കൻ റെഡി. ഇനി ഈ ചിക്കൻ ഡിപ്പ് ചെയ്ത് കഴിക്കാനായി ഒരു ഡിപ്പ് തയ്യാറാക്കാം. അതിനായി പാൻ ചൂടാക്കി വെള്ളമൊഴിച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും വറ്റൽമുളക് ചതച്ചതും പഞ്ചസാരയും വിനാഗിരിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളത്തിൽ കലക്കിയ കോൺഫ്ലോർ കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചാൽ ഡിപ്പ് റെഡി. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ് ഇതിൽ. കാരണം കഴിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് അടിപൊളി പരിപാടിയാണ്. സോ കഴിക്കട്ടെ. എന്തൊരു ഡിപ്പാന്നാ വിചാരം. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള എരിവ്. അപ്പോൾ നമുക്ക് ആ ഒരു എരിവ് ഫീൽ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഒരു മധുരമുണ്ട്. കാരണം നമ്മൾ ഷുഗർ ചേർത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തുകൊണ്ട് ആ ഒരു മധുരം, പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ, വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ, പിന്നെ വിനിഗറിൻ്റെ ഒരു ഇത്തിരി പുളിപ്പ്. ഇതാണ് ആ ഡിപ്പ് കേട്ടോ. നല്ലൊരു എഫക്റ്റുള്ളൊരു ഡിപ്പാണ്. ആൻഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല ക്രഞ്ചിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ആൻറ്റി ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ലെവലിൽ, അതായത് ഭയങ്കരമായിട്ട് എരിവ് അങ്ങനെയല്ല, എരിവുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കറക്റ്റായിട്ട്. ആ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ, വെളുത്തുള്ളി കൊടുക്കുന്ന ഫ്ലേവറാണ് ചിക്കൻ്റെ ഒരു താരം. ആൻഡ് ആ ക്രിസ്പിനെസ്സും ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് വരുന്ന സമയത്ത് സൂപ്പർ കോമ്പിനേഷൻ.